വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ മിസലേനിയസ് എക്സാമ്പിൾസും എക്സസൈസും പഠിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എവിടെ പഠിക്കും? മിസലേനിയസിൽ പഠിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ. ഇഫ് സൈൻ എക്സ് ഈക്വൽ ടു 3/5 കോസ് വൈ ഈക്വൽ ടു -12/13 where x and y both lie in the second quadrant, find the value of sin x plus 5. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സൈൻ എക്സും കോസ് വൈയും തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്ത് കാണണം? അത് എക്സും വൈയും സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് അറിയാം. സൈൻ എക്സ് പ്ലസ് വൈ കാണണം. അപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചതല്ലേ? എന്തായിരുന്നു സൈൻ എക്സ് പ്ലസ് വൈ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇതാണ് നമ്മൾ സൈൻ എക്സ് പ്ലസ് വൈ. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? സൈൻ എക്സ് അറിയാം, പിന്നെന്താ അറിയാം? കോസ് വൈ അറിയാം. പക്ഷേ കോസ് എക്സും സൈൻ വൈയും അറിയില്ലല്ലോ. അപ്പോൾ കോസ് എക്സും സൈൻ വൈ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സൈൻ എക്സ് ഈക്വൽ ടു 3/5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോസ് എക്സ് കണ്ടുപിടിക്കാമല്ലോ. ദിസ് ഇംപ്ലൈസ് കോസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എന്താണ്? കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇത് ഇംപ്ലൈ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് പറയാം കോസ് സ്ക്വയർ എക്സ് എന്നുള്ളത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണെന്ന് പറയാം. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 3/5 ആണെന്നുണ്ടെങ്കിൽ കോസ് സ്ക്വയർ എക്സ് എന്തായിരിക്കും? കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ എന്ത് വരും? 9/25 ഓർ 16/25 എന്ന് കിട്ടും. എന്ത്? കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് കോസ് എക്സ് എന്ത് കിട്ടും? കോസ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16/25 പ്ലസ് ഓർ മൈനസ് 4/5 എന്ന് കിട്ടും. പക്ഷേ ഒരു കാര്യം തന്നിട്ടില്ലേ? എവിടെ? ഈ എക്സും വൈയും സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ASTC. അപ്പോൾ നമുക്കറിയാം ഇവിടെ സൈൻ മാത്രമാണ് പോസിറ്റീവ്, കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് വരും? അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു -4/5 എടുക്കണം. എന്തുകൊണ്ടാണ്? നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി അടുത്തത് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് കോസ് വൈ തന്നിട്ടുണ്ട് അല്ലേ? കോസ് വൈ തന്നിട്ടുണ്ട്. കോസ് വൈ എന്താണ്? -12/13 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇംപ്ലൈസ് സൈൻ എക്സ് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ വൈ കിട്ടും അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ വൈ അല്ലേ? സൈൻ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ വൈ. അപ്പോൾ ഇത് 144/169. അതെന്ത് വരും? 25/169 വരും അല്ലേ? എന്ത്? നമ്മളെ സൈൻ വൈ. ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5/13. പക്ഷേ ഈ സൈൻ വൈ, ഇവിടെ സൈൻ എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ് അല്ലേ? നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. സോ വി ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദിസ് നെഗറ്റീവ് വാല്യൂ. എന്ത് കിട്ടും? ഇത് ഈക്വൽ ടു 5/13 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെങ്ങനെ എഴുതി? ദിസ് ഈസ് ഈക്വൽ ടു 5/13. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കോസ് എക്സിനെ -4/5ഉം സൈൻ എക്സ് 5/13ഉം കിട്ടി. അപ്പോൾ ഞാനിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്തായിരുന്നു എൻ്റെ സൈൻ? സൈൻ എക്സ് പ്ലസ് വൈ ആയിരുന്നു അല്ലേ? സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആയിരുന്നു. അപ്പോൾ നമുക്ക് സൈൻ എക്സ് അറിയാം. സൈൻ എക്സ് എന്തായിരുന്നു? 3/5 ആയിരുന്നു. ആൻഡ് കോസ് വൈ അറിയാം. കോസ് വൈ എന്തായിരുന്നു? -12/13 ആയിരുന്നു. ആൻഡ് കോസ് എക്സ് സൈൻ വൈ നമ്മൾ കണ്ടുപിടിച്ചു. കോസ് എക്സ് എന്തായിരുന്നു? -4/5 ആയിരുന്നു. ആൻഡ് സൈൻ എക്സ് എന്തായിരുന്നു? 5/13 ആയിരുന്നു. സൈൻ വൈ വാസ് 5/13. ഇനി ഇത് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഡിനോമിനേറ്റർ രണ്ടും 5/13 ആണ്. അപ്പോൾ ഞാൻ ഇതിനെ -36 -
എന്ത് എഴുതി? 5 into 4 20 divided by 5 into 13 ചെയ്തു. So this is equal to minus 56 divided by 5 into 13. 5 into 13, 5 into 3, 15, 165. അപ്പോൾ മൈനസ് 56/65 എന്ന് കിട്ടി. എന്ത്? നമ്മളുടെ സൈൻ എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, പ്രൂവ് ദാറ്റ് cos 2x cos x by 2 minus cos 3x cos 9x by 2 equal to sin x 5x sin. അപ്പോൾ എന്ത് വന്നു? 1/2 cos 5x by 2 minus cos 15x by 2 വന്നു. ഇനി നമുക്ക് ഇത് മറ്റേ എന്ത് അപ്ലൈ ചെയ്യാം? cos x മൈനസ് cos yൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാലോ. അപ്പോൾ എന്ത് വരും? ദിസ് ഇംപ്ലൈസ് 1/2 ഇൻറ്റു we know that cos x minus cos y എന്തായിരുന്നു? minus 2 sin x plus y by 2 sin x minus y by 2 minus 2 sin x plus y by 2 sin x minus y by 2. ഓക്കെ, അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ദിസ് ഇംപ്ലൈസ് 1/2 ഇൻറ്റു മൈനസ് 2 സൈൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 20x/2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10x/2 5x കിട്ടും അല്ലേ? 5x. ഇവിടെ എന്ത് വരും? സൈൻ മൈനസ് 10x/2, അപ്പോൾ മൈനസ് 5x/2 വരും അല്ലേ? മൈനസ് 5x/2. okay, and we can cancel these 2's. അപ്പോൾ എന്ത് വരും? മൈനസ് സൈൻ 5x ഇൻറ്റു സൈൻ മൈനസ് 5x/2നെ നമുക്ക് മൈനസ് സൈൻ 5x/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ മൈനസും മൈനസും ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് വരും? സൈൻ 5x sin 5x/2 ഈക്വൽ ടു RHS. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan π/8. അപ്പോൾ ഈ tan π/8 എങ്ങനെയാണ് ചെയ്യുക? π/4 ആണെങ്കിൽ അറിയായിരുന്നു, പക്ഷെ π/8 അറിയില്ല അല്ലേ? അപ്പോൾ ഈ π/8നെ നമ്മൾ എന്ത് ചെയ്യണം? അറിയുന്ന രീതിയിലേക്ക് ആക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫസ്റ്റ് tan 2xൻ്റെ ഫോർമുല എഴുതാം. tan 2x എന്തായിരുന്നു? 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ x. ഓക്കെ, സോ ഈ tan 2xന് ഞാൻ 2 ഇൻറ്റു π/4 കൊടുത്തു. അപ്പോൾ എന്താ വരിക? ഒന്ന് നോക്കാമല്ലോ. tan 2 ഇൻറ്റു π/4 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 tan x എന്തായിരുന്നു? 2 ഇൻറ്റു π/4 വേണ്ട, 2 ഇൻറ്റു π/8 കൊടുക്കണം. π/8 കൊടുത്താലാണ് ആൻസർ കിട്ടുക. സോ ഞാൻ π/8 കൊടുത്തു. 2 ഇൻറ്റു π/8 ദിസ് ഈസ് ഈക്വൽ ടു 2 tan π/8 ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ x tan സ്ക്വയർ π/8. അപ്പോൾ ഒരു കാര്യം ചെയ്യാമല്ലോ, ഈ tan 2 ഇൻറ്റു π/8ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ലേ? ഇതെന്താണ്? tan π/4 അല്ലേ? അപ്പോൾ tan π/4 എന്താ അറിയാം? നമുക്കറിയാം, ഇറ്റ് ഈസ് 1. സോ tan π/4 ഈക്വൽ ടു 1 ഈക്വൽ ടു 2 tan π/8 ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ π/8. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ദിസ് ഇസ് 1 മൈനസ് tan സ്ക്വയർ π/8 ഈക്വൽ ടു 2 tan π/8. 2 tan π/8. അപ്പോൾ ഇനി ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാമല്ലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചതല്ലേ?
അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ടാൻ എക്സിനെ ഞാൻ ഒരു y എന്ന് വിളിച്ചു. y ഈസ് ഈക്വൽ ടു ടാൻ π/8 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൊടുത്ത ഈ ഇക്വേഷനെ മാറ്റിയിട്ട് എനിക്ക് 1 മൈനസ് y² ഈക്വൽ ടു 2y എന്ന് എഴുതാലോ. ഓർ ദിസ് ഇംപ്ലൈസ് y² പ്ലസ് 2y y² പ്ലസ് 2y മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. y ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ എന്താണ് 2a അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 8/2. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇതിനെ എനിക്ക് 2 പ്ലസ് ഓർ മൈനസ് -2 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാൻ പറ്റും. 2 എല്ലാം ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? -1 പ്ലസ് ഓർ മൈനസ് -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 എന്ന് വരും. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 എന്ന് വരും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ ടാൻ π/8 എവിടെയാണ് വരിക? π/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ് ആണല്ലോ. π/8 ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തും കൂടെ പോസിറ്റീവ് ആയിരിക്കും, ടാനും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാൻ π/8 പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. ദിസ് ഇസ് √2 - 1. ഓക്കെ, സോ അതാണ് എന്ത് നമ്മളെ ടാൻ π/8. മനസ്സിലായല്ലോ? അപ്പോൾ y ആണ് കണ്ടുപിടിക്കേണ്ടത്. y ടാൻ π/8 വരുന്നത് നമുക്ക് കിട്ടി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടാൻ x ഈക്വൽ ടു 3/4 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് π ലെസ് ദാൻ x ലെസ് ദാൻ 3π/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ഇൻഡയറക്റ്റ്ലി ഇവർ തേർഡ് ക്വാഡ്രൻറ്റിലാണെന്നുള്ളത് ഉദ്ദേശിച്ചതാണ്. അപ്പോൾ ഇത് മര്യാദയ്ക്ക് തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളായിരുന്നു. ബട്ട് നമുക്ക് വരയ്ക്കേണ്ടി വന്നു. ഇത് π ആണ്, ഇത് 3π/2 ആണ്. സോ എന്ത് വരും? ഇവിടെ എക്സ് ലെസ് ദാൻ എവിടെയാണ്? പൈനേക്കാളും കൂടുതലാണ്. അതേപോലെ 3π/2 കുറവുമാണ്. അപ്പോൾ ഇത് തേർഡ് ക്വാഡ്രൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്ത്? എക്സ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് എന്തെഴുതാം? പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3π/2 എന്ന് എഴുതാം. പിന്നെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? x/2 ടാൻ x/2 ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്തെഴുതാൻ പറ്റും? π/2 ലെസ് ദാൻ x/2 ലെസ് ദാൻ 3π/4 എന്ന് എഴുതാമല്ലോ. ഈ മൊത്തം ഇനീക്വാലിറ്റീനെ ഞാൻ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. കാരണം എനിക്ക് x/2ൻ്റെ റേഞ്ച് കാണണം. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത്? π/2 കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ π/2 കൂടുതലാണ് അല്ലേ. π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും π/2. π/2 കൂടുതലുമാണ്. പിന്നെന്താണ്? 3π/4 കുറവുമാണ്. 3π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 45 + 45 + 45 അല്ലേ. 3 times π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ എന്ത് വരും? 135 വരും. അപ്പോൾ ഓൾമോസ്റ്റ് അതൊരു തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x/2 ഇൻ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് കിട്ടി. x/2 നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റിലാണെന്ന് കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? ടാൻ x ഈക്വൽ ടു 3/4 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടാൻ x 3/4 ആണെങ്കിൽ നമുക്ക് സീക്ക് കണ്ടുപിടിക്കാമല്ലോ. കാരണം വി നോ ദാറ്റ് 1 + tan² x ഈക്വൽ ടു എന്താണ്? sec² x ആണെന്ന് അറിയാം. അപ്പോൾ 1 + tan² x ഞാൻ എഴുതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 25/16 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? sec x കിട്ടും. sec x ഈക്വൽ ടു √25/16 അല്ലെങ്കിൽ ഇത് 5/4 വരും. ഇനി എക്സ് എവിടെയാണ് കിടക്കണേ? എക്സ് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ മാത്രമാണ് പോസിറ്റീവ് അല്ലേ. ടാൻ മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ സീക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സീക്ക് നെഗറ്റീവ് ആണ് നമുക്കറിയാം. സോ ദിസ് ഇസ് -5/4. അപ്പോൾ sec x ഈക്വൽ ടു -5/4 എന്ന് കിട്ടി. ഇവിടെ നിന്ന് cos x എഴുതാലോ. cos x അപ്പോൾ എന്തായിരിക്കും? -4/5 ആയിരിക്കും. അപ്പോൾ കോസ് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്?
സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കോസ് എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം? കോസ് 2 ഇൻറ്റു എക്സ് ബൈ ടു എന്ന് എഴുതാം. ഓക്കെ, കാരണം 2 ക്യാൻസൽ ചെയ്താൽ കോസ് എക്സ് ആയല്ലോ. നമുക്ക് കോസ് എക്സിനെ നമ്മൾ പഠിച്ചില്ലേ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ആണെന്ന് അറിയാമല്ലോ കോസ് 2x. ഇതെന്താണ്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ ടു. ഇതെന്താണ് നമുക്കറിയായിരുന്നു? ഇത് -4/5 ആയിരുന്നു. -4/5 ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ ടു. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ബൈ ടു എന്ത് കിട്ടും? 1 പ്ലസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ ടു എന്ത് കിട്ടും? 1 പ്ലസ് 4/5 അല്ലെങ്കിൽ 9/5 കിട്ടും. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ബൈ ടു എന്ത് കിട്ടും? 9/10 കിട്ടും. ഇവിടെ നിന്ന് സൈൻ എക്സ് ബൈ ടു എന്ത് വരും? സൈൻ എക്സ് ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ 3/√10 വരും അല്ലേ? 3/√10 പ്ലസ് 3/√10 ആണോ മൈനസ് 3/√10 ആണോ? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് നമ്മൾ എക്സ് ബൈ ടു വരുന്നത് അല്ലേ? ഇവിടെ നമ്മൾ എക്സ് ബൈ ടു കാണുന്നത്. എക്സ് ബൈ ടു എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ അവിടെ സൈൻ പോസിറ്റീവ് ആണ്. സോ ഇതെന്താണ്? ദിസ് ഇസ് പ്ലസ് 3/√10. കറക്റ്റാണ്. ഇനി സൈൻ എക്സ് ബൈ ടു കിട്ടി. ഇതേപോലെ എന്തും കൂടെ കണ്ടുപിടിക്കണം, കോസ് എക്സ് ബൈ ടു കിട്ടണം. അപ്പോൾ കോസ് എക്സ് ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ആണല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? √1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/10. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു √10 മൈനസ് 9 1/10 അല്ലേ? കോസ് എക്സ് ബൈ ടു ഇസ് ഈക്വൽ ടു √1/10 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? കോസ് എക്സ് ബൈ ടു ഈക്വൽ ടു 1/√10. എക്സ് ബൈ ടു ഏത് ക്വാഡ്രൻറ്റിലായിരുന്നു? എക്സ് ബൈ ടു നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവാണ്, പക്ഷേ കോസ് നെഗറ്റീവാണ്. അപ്പോൾ എന്ത് കിട്ടി? ഈ സംഭവം എന്താണ്? ദിസ് ഇസ് -1/√10. അപ്പോൾ സൈൻ എക്സ് ബൈ ടുവും കോസ് എക്സ് ബൈ ടുവും കിട്ടി. ഇനി നമുക്ക് സിമ്പിളായിട്ട് ടാൻ എക്സ് ബൈ ടു കണ്ടുപിടിക്കാം. ടാൻ എക്സ് ബൈ ടു എന്തായിരുന്നു? സൈൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ ടു ആണ് എന്ത്? ടാൻ എക്സ് ബൈ ടു. അപ്പോൾ ഞാൻ ടാൻ എക്സ് ബൈ ടുവിന് സൈൻ എക്സ് ബൈ ടു കിട്ടിയല്ലോ. സൈൻ എക്സ് ബൈ ടു എന്തായിരുന്നു? 3/√10. ഇത് 1/√10 മൈനസ് 1/√10. അപ്പോൾ 3/√10 ഡിവൈഡഡ് ബൈ -1/√10. അപ്പോൾ എന്ത് കിട്ടി? ദിസ് ഇസ് -3. ഓക്കെ, അപ്പോൾ എന്തും കൂടെ കിട്ടി നമുക്ക്? ടാൻ എക്സ് ബൈ ടുവും കൂടെ കിട്ടി. അപ്പോൾ സൈൻ കിട്ടി, കോസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് cos square x plus cos square x plus 5/3 plus cos square x minus 5/3 equal to 3/2. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഈ ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് 5/3യും എക്സ് മൈനസ് 5/3യും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഫസ്റ്റ് അങ്ങനെ തന്നെ എഴുതാം, cos square x എഴുതാം. ബാക്കി LHSലുള്ള ടേംസിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. LHS implies cos square x plus cos square x plus 5/3 plus cos square x minus 5/3. ഇത്രയും എഴുതി. ഇനി ഈ cos square x plus 5/3നെ നമുക്ക് cos x plus 5/3 the whole square എന്ന് എഴുതാമല്ലോ. അതേപോലെ തന്നെ ഇതിനെ cos x minus 5/3 the whole square എന്ന് എഴുതാമല്ലോ. പ്രശ്നമില്ല. അപ്പോൾ എന്ത് വരും? cos square x plus cos square x plus 5/3. അതിന് ഞാൻ പറഞ്ഞു cos x plus y the whole square എന്ന് എഴുതാം. We know that cos x plus y എന്തായിരുന്നു? cos x cos y minus sin x sin y. cos x cos y minus sin x sin y whole square plus ഇതെന്താണ്? cos x minus 5/3. അപ്പോൾ അതെന്തായിരുന്നു? cos x cos x cos y plus
സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, കിട്ടി. ഇനി ഇത് ഞാൻ എഴുതാൻ പോവാണ്. ഇതെന്താണ്? ഇത് കോസ് സ്ക്വയർ എക്സ് ആണ്. പ്ലസ് കോസ് പൈ ബൈ 3 എന്തായിരുന്നു? കോസ് പൈ ബൈ 3 1/2 ആയിരുന്നു അല്ലേ? കോസ് പൈ ബൈ 3 1/2 ആയിരുന്നു. അപ്പോൾ ദിസ് ഇസ് കോസ് എക്സ് ബൈ 2 മൈനസ് ഇത് സൈൻ പൈ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? √3/2 ആയിരുന്നു. അപ്പോൾ √3/2 സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇതെന്താണ്? കോസ് പൈ ബൈ 3 അഗെയിൻ 1/2. അപ്പോൾ 1/2 കോസ് എക്സ് പ്ലസ് സൈൻ പൈ ബൈ 3 √3/2. അപ്പോൾ ഇതെന്ത് വരും? ഇതെന്താണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ബി സ്ക്വയർ എന്നല്ലേ കിട്ടുക അല്ലേ? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ബി സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ എ, ഇതാണ് എൻ്റെ ബി. അപ്പോൾ ഞാൻ അതിനെ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ബി സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഞാൻ കട്ട് ചെയ്തു, 2 ആക്കി. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇത് പോവും, ഒരു 2ഉം ഒരു സ്ക്വയറും പോവും, √3 സ്ക്വയർ വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് അല്ലേ? 3 സൈൻ സ്ക്വയർ എക്സ് ബൈ 2, ഒരു 2ഉം കൂടെ വരും. ഇനി ഞാൻ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ എനിക്ക് 2 കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതെന്തായി? ഇവിടെ 3 സൈൻ സ്ക്വയർ എക്സ് ഉണ്ട് അല്ലേ? 3 സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 കോസ് സ്ക്വയർ എക്സ് പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്തായി? ദിസ് ഇംപ്ലൈസ് 3 കോസ് സ്ക്വയർ എക്സ് പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഞാൻ ഇതിൽ ഒരു 3 ഔട്ട്സൈഡ് എടുത്താൽ 3 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. വി നോ ദാറ്റ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ്? 1 ആണെന്ന് അറിയാം. ഇതെന്തായി? 3/2 എന്ന് കിട്ടി. അതാണ് നമ്മളെ RHS. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഡു ദിസ് പ്രോബ്ലം.